6 പ്രാവശ്യം ഇംഗ്ലീഷ് ലീഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ഈ ടീം 2017 പ്രീമിയർ ലീഗിൽ നിന്ന് റെലഗേറ്റ് ആയതിനു ശേഷം ഇപ്പോൾ ഇതാ 8 വർഷങ്ങൾക്ക് ഇപ്പുറം പ്രീമിയർ ലീഗിലോട്ട് പ്രൊമോഷൻ സ്വന്തമാക്കി തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചുവരവ് ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഏറ്റവും പ്രായമേറിയ ക്ലബ്ബുകളിലൊന്നായ സണ്ടർലൻഡിനെ കുറിച്ചാണ്. ഈ ട്രാൻസ്ഫറിന്റെ തുടക്കത്തിൽ അവരുടെ മികച്ച താരങ്ങളിൽ ഒരാളായിരുന്ന ജോബ് ബെല്ലിംഗ്ഹാമിനെ 33 മില്യൺ യൂറോയ്ക്ക് അവർ ബൊറൂസിയ ഡോർട്ട്മണ്ടിന് വിറ്റിരുന്നു. അതിനുശേഷം ഡിയാറ, അഡിംഗ്ര, സദിക്കി, ലെഫി, സി തൽബി, റെനിൽഡോ കൂടാതെ ഇക്കഴിഞ്ഞ സീസണിൽ ചരിത്ര നേട്ടങ്ങൾ സ്വന്തമാക്കിയ ബയർ ലെവർക്യൂസൻ ടീമിന്റെ സുപ്രധാന താരമായിരുന്ന സ്വിസ് മിഡ്ഫീൽഡർ ഗ്രാനിറ്റ് സാക്കയും ഇവർ സ്വന്തമാക്കി. പുതിയ താരങ്ങൾക്ക് വേണ്ടി അവർ ഇതുവരെ ചെലവാക്കിയത് 100 മില്യൺ യൂറോയ്ക്ക് മേലെയാണ്. 2022 വർഷങ്ങൾക്ക് ശേഷം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പ്രീമിയർ ലീഗിലോട്ട് ക്വാളിഫൈ ചെയ്തപ്പോൾ ഇതേപോലെ ഒട്ടേറെ സൈന്യങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ സീസണിൽ അവർക്ക് ലീഗിൽ 7ാം സ്ഥാനത്ത് വരെ എത്താൻ സാധിച്ചിരുന്നു. സണ്ടർലൻഡിനും ഇതേപോലെ ഒരു ഉയർച്ച സാധിക്കുമെന്നത് ഈ സീസൺ കണ്ടു തന്നെ അറിയണം. പ്രീമിയർ ലീഗിലെ വമ്പൻ ടീമുകളായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അവർക്കെതിരെ വിജയത്തിലൂടെ നയിക്കാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.